നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 തപസ്സും ത്യാഗവും ചേർന്നാൽ സ്ഥിരോദ്യമം. അതാണ് വിജയത്തിലേക്ക് നയിക്കുന്ന രാജപാത. സ്ഥിരപരിശ്രമത്തിൻ്റെ ആവിർഭാവങ്ങളാണ് തപസ്സും ത്യാഗവും. ലക്ഷ്യം നേടാനുള്ള ശ്രമത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ വിഘ്നങ്ങളും പ്രലോഭനങ്ങളുമാണ്. മഹത്തായ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നവർക്കൊക്കെ മാർഗത്തിൽ ഈ രണ്ട് ശത്രുക്കളെ നേരിടേണ്ടി വരും. വിഘ്നങ്ങൾ വരുമ്പോൾ അവയെ എതിരിടുക. ആ തടസ്സം നമുക്ക് ഏൽപ്പിക്കുന്ന താപം സഹിച്ചുകൊണ്ട് അവയെ കടന്നു പോകാൻ തന്നെ ശ്രമിക്കുക. ഇതിനെ തപസ്സിൻ്റെ വിഭാഗത്തിൽ പെടുത്താം. സീതയെ അന്വേഷിച്ചു പോയ ശ്രീരാമനും ധർമ്മ സംസ്ഥാപനത്തിനായി അവതാരകൃത്യങ്ങളിൽ ഏർപ്പെട്ട ശ്രീകൃഷ്ണനും മറ്റു മഹാത്മാക്കളും ഇങ്ങനെ തടസ്സങ്ങളെ നേരിട്ട് ജയിക്കുക എന്ന തപസ്സിൻ്റെ മാർഗം പിന്തുടർന്നവരാണ്. ലക്ഷ്യപ്രാപ്തിയുടെ മാർഗത്തിലെ രണ്ടാമത് പറഞ്ഞ പ്രലോഭനങ്ങളെ ത്യാഗത്തിലൂടെ ജയിക്കണം. യമധർമ്മദേവനിൽ നിന്ന് ആത്മതത്വം ഗ്രഹിക്കാനുറച്ച നചികേതസ് എന്ന ബാലന് പ്രലോഭനമായി എന്തെല്ലാം മുന്നിൽ വന്നു? സകല ഐശ്വര്യങ്ങളും അമരത്വവും വാഗ്ദാനം ചെയ്തു. എന്നാൽ എല്ലാ പ്രലോഭനങ്ങളെയും ത്യജിച്ച് നചികേതസ് ലക്ഷ്യമായ ആത്മരഹസ്യം നേടിയെടുത്തു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. ബീജസ്യാന്തരിവാങ്കുരോ ജഗദിദം പ്രാങ്നിർവികൽപം പുനഃ മായാകൽപിതദേശകാലകലനാ വൈചിത്ര്യചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗീവയ സ്വേച്ഛയാ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ബീജസ്യാന്തരിവാങ്കുരോ ജഗദിദം പ്രാങ്നിർവികൽപം പുനഃ മായാകൽപിതദേശകാലകലനാ വൈചിത്ര്യചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗീവയ സ്വേച്ഛയാ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. തായ്തടിയും കൊമ്പുകളും അനേകം ശാഖകളും ചില്ലകളും ഇലകളും കായ്കളും പൂവുകളും എല്ലാമുള്ള വലിയൊരു വൃക്ഷം. തീർത്തും വൈവിധ്യപൂർണമായ ഈ വലിയ വൃക്ഷം സൂക്ഷ്മഭാവത്തിൽ അതിൻ്റെ അങ്കുരത്തിൽ ഉണ്ടായിരുന്നു. എന്തെല്ലാം വൃക്ഷത്തിലുണ്ടോ അതൊക്കെ വിത്തിൽ നിന്ന് പൊട്ടിയ മുളയിൽ സൂക്ഷ്മഭാവത്തിലുണ്ടായിരുന്നു. എന്താണ് ഈ ജഗത്തെന്നും
എങ്ങനെയാണ് ഈ ജഗത്തെന്നും വിവരിക്കുന്ന ശങ്കരാചാര്യരുടെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ 2-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 2-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ പറഞ്ഞു, ബീജത്തിൻ്റെ ഉള്ളിൽ അങ്കുരം പോലെ ഈ ജഗത്ത് മുഴുവൻ തീർത്തും നിർവികൽപ്പമായിരുന്നു. പിന്നീട് മായയാൽ കൽപ്പിക്കപ്പെട്ട ദേശകാല വൈവിധ്യങ്ങളോടുകൂടി വിചിത്രതകളോടുകൂടി ചിത്രീകൃതമായി എന്ന്. ഇവിടെ മായാകൽപ്പിതോ ദേശകാല കലനാ വൈചിത്ര്യ ചിത്രീകൃതം എന്നുള്ള പദമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. മായ പരമാത്മാവിൻ്റെ പരബ്രഹ്മത്തിൻ്റെ അനന്യയും അഭിന്നയുമായ ശക്തിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ മായയെ വേറിട്ട് പരിഗണിക്കുന്നില്ല, മായാവിയെ വേറിട്ട് പരിഗണിക്കുന്നില്ല. അവ അനന്യങ്ങളും അഭിന്നങ്ങളുമാണ്. എപ്പോഴാണ് പിന്നെ മായയെ പരിഗണിക്കുന്നത്? എപ്പോൾ നമ്മൾ ജഗത്തിനെക്കുറിച്ച് പര്യാലോചന ചെയ്യുന്നുവോ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുന്നുവോ, അവിടെ മാത്രമാണ് മായയെ പ്രത്യേകമായി പരിഗണിക്കേണ്ടതുള്ളത്. ചൂടുപയോഗിച്ചുള്ളൊരു വ്യവഹാരം പറയുമ്പോൾ നമ്മൾ അഗ്നിയുടെ ചൂടെന്ന് പറയും. ഉദാഹരണത്തിന്, എനിക്ക് പൊള്ളലേറ്റു. എങ്ങനെ പൊള്ളലേറ്റു? അപ്പോൾ ഒരാൾ പറയുകയാണ് എനിക്ക് അഗ്നി കൊണ്ട് പൊള്ളലേറ്റു. വേറൊരാൾ പറയുകയാണ് അഗ്നിയുടെ ചൂട് കൊണ്ട് പൊള്ളലേറ്റു. രണ്ടും ശരിയാണ്. ഒരാൾ അഗ്നി കൊണ്ട് എനിക്ക് പൊള്ളിയെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അഗ്നിയുടെ ചൂടേറ്റ് എനിക്ക് പൊള്ളിയെന്ന് പറഞ്ഞാലും രണ്ടും ശരിയാണ്. അഗ്നിയിൽ നിന്ന് അഭിന്നമാണ് ചൂട്, അഗ്നിയിൽ നിന്ന് ഭിന്നമായിട്ടല്ല ചൂട്. ചൂടിൽ നിന്ന് ഭിന്നമായിട്ടൊരു അഗ്നിയെ നമുക്കൊട്ട് സങ്കല്പിക്കാനും വയ്യ. അതുകൊണ്ട് അവ അനന്യങ്ങളാണ്. എങ്കിലും പൊള്ളുക എന്നുള്ള വ്യവഹാരത്തെ പരിഗണിക്കുമ്പോഴാണ് അഗ്നി ഭിന്നമായിട്ട് ചൂടിനെ പറയുന്നത്, അല്ലാതെ പറയില്ല. അവിടെ പൊള്ളൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, എന്തെങ്കിലും ഒരു വ്യവഹാരം, ചൂട് ഹേതുവായിട്ടുള്ളൊരു പരിവർത്തനം, അതിനെ പരിഗണിക്കുമ്പോഴാണ് ചൂടെന്ന് വേർതിരിച്ച് പറയുക. ഇത് ഓർമ്മിക്കുക. ഇതുപോലെ ജഗത്ത്, സൃഷ്ടി, സ്ഥിതി, സംഹാരം തുടങ്ങിയവ പരിഗണിക്കുമ്പോൾ മാത്രമാണ് ബ്രഹ്മ ഭിന്നമായി മായയെ നമ്മൾ പറയുക. എന്താണ് മായ? മായ ത്രിഗുണാത്മികയാണ്, സത്വരജസ് തമോ ഗുണാത്മികയാണ്. സത്തെന്നോ അസത്തെന്നോ ഒന്നും നമുക്ക് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത കേവലമായ ഭാവമാണ് മായയുടേത്. എന്നാൽ സത്വരജസ് തമോ ഗുണാത്മികയായതുകൊണ്ട് സാത്വികങ്ങളും രാജസികങ്ങളും താമസികങ്ങളുമായ വിവിധ ഭാവങ്ങളെ പ്രകടമാക്കി തീർക്കുന്നു. അങ്ങനെ മായാകൽപ്പിതമായിരിക്കുന്ന, മായയാൽ കൽപ്പിക്കപ്പെട്ട് ദേശകാല കലനാ വൈചിത്ര്യ ചിത്രീകൃതം വിശ്വം, ജഗത്ത് ദേശകാല കലനാ വൈചിത്ര്യ ചിത്രീകൃതം, ദേശം, കാലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവിധ കലനങ്ങൾ, ഗണനകൾ, ഇന്ന ദേശം, ഇന്ന ദേശത്ത് ഇന്നത്, ഇന്ന കാലം, ഇന്ന കാലത്ത് ഇന്നത് എന്ന തോതിൽ ദേശകാല വിഭക്തങ്ങളായ വിവിധ ഗണനകൾ വരികയാണ്. ഈ സംസാര പ്രതീതിയെ മുഴുവൻ നമുക്ക് ദേശകാലങ്ങളായിട്ട് വിഭജിക്കാം. ദേശകാലങ്ങൾ ഉള്ളപ്പോൾ സംസാരമുണ്ട്, ദേശകാലങ്ങളില്ലെങ്കിൽ സംസാരമില്ല. ചിന്തിക്കുക. അപ്പോൾ വിവിധങ്ങളായ ദേശങ്ങൾ, ദേശങ്ങളുടെ സവിശേഷതകൾ, കാലങ്ങൾ, കാലങ്ങളുടെ സവിശേഷതകൾ, ഇങ്ങനെയെല്ലാമുള്ള
വിചിത്രഭാവത്തോട് കൂടിയതായി ഈ ജഗത്ത് മായയാൽ കൽപ്പിക്കപ്പെടുകയാണ്. എന്നാൽ വാസ്തവത്തിൽ അതെന്താ? ബീജസ്യന്തരിവങ്കുരോ ജഗതിദം പ്രാങ്നിർവികൽപ്പം. ബീജത്തിനുള്ളിലെ അങ്കുരം പോലെ നിർവികൽപ്പമാണ്. നമ്മളൊരു മഹാവൃക്ഷം സങ്കല്പിക്കുക. അനേകായിരം കൊമ്പുകളും ശാഖകളും ഉപശാഖകളും അവയിൽ കവരങ്ങളും ആ കവരങ്ങളിൽ ലക്ഷക്കണക്കിന് ഇലകളും എല്ലാമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നൊരു മഹാവൃക്ഷം. അതിൽ പൂക്കളും കായകളും മൊട്ടുകളും എല്ലാമുണ്ട്. ഈ മഹാവൃക്ഷം ഇപ്പോൾ കാര്യരൂപത്തിൽ അനേക ഘടകങ്ങളോടുകൂടി നിലകൊള്ളുമ്പോഴും നമുക്കറിയാം സൂക്ഷ്മരൂപത്തിൽ അതൊരങ്കുരമായിരുന്നു, ഒരു മുള, വിത്തിൽ നിന്ന് പൊട്ടി വലുതാകുന്നൊരു മുള. ആ മുളയിൽ കൊമ്പുകളോ ശാഖകളോ കവരങ്ങളോ ഇലകളോ പൂക്കളോ കായ്കളോ ഒന്നുമില്ല. എന്നാൽ അതെല്ലാം സൂക്ഷ്മരൂപത്തിലുണ്ടായിരുന്നു. കാരണം സൂക്ഷ്മരൂപത്തിലുള്ളതിൻ്റെ അഭിവ്യക്തിയാണ് സ്ഥൂലത്തിൽ സംഭവിക്കുന്നത്. ഇനി പറയുകയാണ്, ഈ അങ്കുരത്തിൽ സൂക്ഷ്മരൂപത്തിൽ എന്തുണ്ടോ അതെല്ലാം കാരണരൂപത്തിൽ ബീജത്തിലുണ്ടായിരുന്നു. ബീജത്തിൽ കാരണരൂപത്തിലുള്ളതാണ് സൂക്ഷ്മരൂപത്തിൽ അങ്കുരമായും സ്ഥൂലരൂപത്തിൽ വൃക്ഷമായും പരിണമിച്ചത് അഥവാ വികസിച്ചത്, വിജൃംഭണം ചെയ്തത്. അപ്പോൾ കാരണരൂപത്തിൽ തീർത്തും നിർവികൽപ്പമായ ബീജം, സൂക്ഷ്മരൂപത്തിൽ അങ്കുരം, സ്ഥൂലരൂപത്തിൽ വൃക്ഷം. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്ഥൂലരൂപത്തിൽ അംഗപ്രത്യംഗങ്ങളോടുകൂടിയ വൃക്ഷം സൂക്ഷ്മരൂപത്തിൽ അങ്കുരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അങ്കുരത്തിൽ അത് നിർവികൽപ്പമാണ്, അംഗങ്ങളായി വികൽപ്പന ചെയ്യപ്പെട്ടിട്ടില്ല. അവിടെ ഇലയോ കായോ കൊമ്പോ ശാഖകളോ ഒന്നുമില്ല. പക്ഷെ എല്ലാം സൂക്ഷ്മരൂപത്തിലുണ്ട്. അത് വികസിതമാകുന്നു സ്ഥൂലഭാവത്തിൽ. ഇതുപോലെ ഈ ജഗത്ത് തീർത്തും നിർവികൽപ്പമായിരുന്നു, സൂക്ഷ്മഭാവത്തിലായിരുന്നു. അതിനു മുമ്പ് കാരണഭാവത്തിലായിരുന്നു. അതാണ് ബീജസ്യന്തരിവങ്കുരോ ജഗതിദം പ്രാങ്നിർവികൽപ്പം. ബീജത്തിനുള്ളിലെ അങ്കുരം പോലെ ഈ ജഗത്ത് മുമ്പ് നിർവികൽപ്പമായിരുന്നു, വികൽപ്പനകളില്ലാത്തതായിരുന്നു. അത് പിന്നീട് മായാകൽപ്പിത ദേശകാലകലനാ വൈചിത്ര്യ ചിത്രീകൃതം. മായയാൽ കൽപ്പിതമായ ദേശകാല ഭേദങ്ങളോടൊത്ത എല്ലാ വിചിത്രതകളും ഉള്ളതായി ചിത്രീകൃതമാവുകയാണ്. അങ്ങനെയുള്ള ജഗത്ത് ഇതെല്ലാം ആരാണ് വിജൃംഭണം ചെയ്യുന്നത്? അതാണ് പറയുന്നത്. ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഈശ്വരകാരുണ്യം കൊണ്ട് നിറഞ്ഞ വരികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ദേവന്മാരത്രയും ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭഗവത് കൃപയാണ് എല്ലാവർക്കും വേണ്ടത്. ഇതിൽ മുഴുവൻ കൃപയാണ് ചൊരിഞ്ഞു വച്ചിരിക്കുന്നത്. അത് നിർമ്മലമനസ്കരായ വണ്ടുകളായിരിക്കുന്ന സജ്ജനങ്ങൾ വന്ന് ആവോളം നുകരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ നിർമ്മല മനസ്കത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ദൗത്യമാണ്. മനഃശുദ്ധി വരുത്തുക. നാമജപാദികൾ കൊണ്ട് മനഃശുദ്ധി വന്നിട്ട് ഭാഗവതം പാരായണം ചെയ്താൽ എത്രയോ പുണ്യകരമാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. അതുകൊണ്ട് എല്ലാവരും ഈ വക ശ്ലോകങ്ങളിലൂടെ തന്നെ ശ്രദ്ധിച്ചു പോകണമെന്ന് മാത്രം അപേക്ഷിക്കുന്നു. ഭക്തി വർദ്ധിക്കട്ടെ, മനസ്സുഖം കൂടട്ടെ. മത്സ്യാസ്വകച്ചവരാഹ നൃസിംഹഹംസ രാജന്യവിപ്രവിഭുതേഷു കൃതാവതാരഃ ത്വംബാസിനസ്ത്രിഭുവനം ത്രിഭുവനം ച യഥാതുനേശ ഭാരം ഭുവോഹര യദുത്തമവന്ദനം തേ. പറയാണ് മത്സ്യ അശ്വകച്ചവ വരാഹ നൃസിംഹഹംസ. മത്സ്യാവതാരം എടുത്തു ഭഗവാൻ. വേദങ്ങളെല്ലാം അടിച്ചുകൊണ്ട് പോയ അസുരനിൽ നിന്ന് അതിനെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവതാരം എടുത്തിട്ടുണ്ട് ഭഗവാൻ.
ഇങ്ങനെ ഓരോ അവതാരങ്ങൾ എടുത്തതിനെക്കുറിച്ച് പറയുകയാണ്. മത്സ്യം, മത്സ്യവും, അശ്വം എന്ന് പറഞ്ഞ അയഗ്രീവൻ, കച്ചപം ആമയായിട്ടും, വരാഹം പന്നിയായിട്ടും, നൃസിംഹം നരസിംഹമായിട്ടും, ഹംസം ഹംസമായിട്ടും, ശ്രീരാജന്യ വിപ്രവിബുധേഷു ശ്രീരാമൻ, പരശുരാമൻ, വാമനൻ എന്നീ രൂപങ്ങളിൽ കൃതാവതാര ചെയ്യപ്പെട്ട അവതാരത്തോടു കൂടിയവനായിട്ട് നഹ ഞങ്ങളെയും ത്രിഭുവനം ച 3 ലോകത്തെയും, ഞങ്ങളെ മാത്രമല്ല ഈ ഭൂലോകത്തെ മുഴുവൻ ഇത്രയും അവതാരങ്ങൾ കൊണ്ട് 3 ലോകത്തെയും ത്വം അങ്ങ് യഥാപാസി എങ്ങനെ രക്ഷിക്കുന്നുവോ അതുപോലെ ഈശ അല്ലയോ ഭഗവാനെ, അല്ലയോ ഈശ്വര, അധുന ഇപ്പോഴും ഭൂമിയുടെ ഭാരത്തെ ഹരഹരിച്ചാലും. അല്ലേ ഭഗവാനെ, ഭൂമിദേവി ഇപ്പം അധികം ദുഃഖിതയാണ്. ഭൂമിദേവി ഭാവഭാരം പേറി വളരെ ദുഃഖിതയായി തീർന്നിരിക്കുന്ന ഭൂമിദേവിയെ ആ ഭാരത്തെ ഹരിച്ചാലും, ഭൂമിദേവിയുടെ ഭാരത്തെ ഹരിച്ചാലും യദുത്തമ യദുശ്രേഷ്ഠ തേ അങ്ങയ്ക്ക് വന്ദനം, ഞങ്ങളുടെ എല്ലാം നമസ്കാരം. 3 ലോകത്തെ സംരക്ഷിച്ചവനാണ് ഭഗവാൻ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരു ലോകത്തെ അല്ല, 3 ലോകത്തെയും. അപ്പോൾ നമ്മളെല്ലാം ചെറിയ കീടങ്ങൾ മാത്രമാണ് ഈ ലോകത്ത്. എത്രയോ സൃഷ്ടിയുണ്ട് ഭഗവാൻ്റെ, നാമരൂപാധികളായിട്ട് എത്രയോ ഉണ്ട്. അങ്ങനെയുള്ള സൃഷ്ടികളെ വെച്ച് നമ്മളൊരു ചെറിയ അംശം മാത്രമാണ്. ആ ചെറിയ അംശത്തിലിരുന്നു കൊണ്ട് നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള ചിന്തകളാണ് വന്നു ചേരുന്ന ഭഗവാനെ. എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. മനസ്സ് ചിന്താസ്വാതന്ത്ര്യത്തോടുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അവിടെ ആരെയും നിയന്ത്രിക്കാനില്ല, അവിടെ ആരും നിയന്ത്രിക്കപ്പെടുന്നുമില്ല. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിനെ സൃഷ്ടിച്ചതാരാ? ഭഗവാനില്ലാത്തിടത്ത് മാത്രം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചു. എവിടെ ഭഗവാൻ കുടികൊള്ളുന്നോ, എവിടെ ഭഗവാൻ ഇരിക്കുന്നോ അവിടെ ചിന്താ സ്വാതന്ത്ര്യമല്ല, പിന്നെന്താ? ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ആനന്ദമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ചിന്തകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ചിന്തകളിങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. ഒരു വിഷയം ഈച്ചയെ പോലെയാണ്. ഒരിടത്ത് വന്നിരുന്ന് മലത്തിലും ഇരിക്കും, ശർക്കരയിലിരിക്കും, പഞ്ചസാരയിലിരിക്കും, തേനിലിരിക്കും, നല്ലതിലും ചീത്തയിലും ഒക്കെ ഈച്ച പോയിരിക്കും. അതുപോലെ നമ്മുടെ മനസ്സെന്ത് ചെയ്യും? ഓരോ വിഷയങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. സഞ്ചരിച്ച് ആവശ്യമില്ലാത്തിടത്തെല്ലാം പോയി ഇരുന്ന് ചിന്തകൾക്ക് സ്വാതന്ത്ര്യം അതങ്ങ് ലഭിച്ചതുകൊണ്ട് എന്ത് പറ്റി? മനസ്സിന് സന്തോഷമില്ല, ആനന്ദമില്ലാത്ത അവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പല അവതാരങ്ങൾ എടുത്തിരിക്കുന്നത്. എന്താ? മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും ഓരോ പ്രവൃത്തി, അസുരന്മാരുടെ പ്രവൃത്തി, മനുഷ്യൻ്റെ പ്രവൃത്തി, ഇങ്ങനെ ഓരോരുത്തരുടെയും ഓരോ പ്രവൃത്തികൾ കൊണ്ട് ഭൂമിക്കുണ്ടായിരിക്കുന്ന ഭാരം അതിനെ ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് ഓരോ അവതാരങ്ങളും. ഇങ്ങനെ എത്ര അവതാരങ്ങൾ ഭഗവാൻ എടുത്തിരിക്കുന്നു. 3 ലോകത്തെ അങ്ങ് കൃപാപൂരം കാത്തുരക്ഷിച്ചില്ലേ ഭഗവാനെ? അങ്ങയുടെ കൃപാസാഗരം കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നാണ് ദേവന്മാർ പറയുന്നത്. അങ്ങില്ലായിരുന്നെങ്കിൽ ഈ ഭുവനം എങ്ങനെയായേനെ? മനുഷ്യരെങ്ങനെ ആയേനെ? മനുഷ്യരെല്ലാം ഭയന്നും ജീവൻ നിലനിർത്താൻ തന്നെ പരിശ്രമിച്ചു ഇരിക്കേണ്ടി വന്നേനെ. കാര്യം എന്താ? അസുരന്മാരുടെ എണ്ണം പെരുകിയേനെ. ആരും നിയന്ത്രിക്കാനില്ലല്ലോ. അങ്ങയെ ഭയന്നുകൊണ്ടാണ് അസുരന്മാർ പോലും ജീവിച്ചിരുന്നത്. കംസനായിക്കോട്ടെ, അതിനു മുമ്പുള്ള ഏത് അവതാരത്തിലും എടുത്തു വെച്ച് അവിടെയെല്ലാം ഉണ്ടായിരുന്ന രാവണനായിക്കോട്ടെ, അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെല്ലാം ഭയന്നുകൊണ്ടാണിരുന്നത്, ഭഗവാനെ ഭയന്നുകൊണ്ട്. ഭഗവാന്റെ അവതാരമില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഭയമുണ്ടാവുമായിരുന്നോ? ഇവരുടെ പ്രവൃത്തികൾ എത്രയോ നീചമായി തീർന്നേനെ. ലോകത്ത് എന്ത് സമാധാനം ഉണ്ടായേനെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. അതുകൊണ്ട് നമുക്ക് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, മനസ്സിൽ കളങ്കമില്ലാതെ പ്രാർത്ഥിക്കാം, ശുദ്ധമായ ഭഗവത് ഭക്തി പ്രേമത്തോടുകൂടി പ്രാർത്ഥിക്കാം. ഭഗവത് നാമങ്ങൾ, ഭഗവത് സ്തുതികൾ അത്രയും പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്കും ഈ ലോകത്തിനും ആനന്ദം ലഭിക്കുന്നതിന് വേണ്ടി. എനിക്ക് ആനന്ദം ലഭിച്ച ഈ ലോകത്തിനും ആനന്ദമായി. അതുകൊണ്ടാണ് ഇത്രയും അവതാരത്തെ എടുത്തിരിക്കുന്ന യദുത്തമ യദുശ്രേഷ്ഠ എന്ന് പറഞ്ഞിരിക്കുന്നത് ദേവന്മാർ. അല്ലയോ ശ്രേഷ്ഠ പുരുഷനായിരിക്കുന്ന ഭഗവാനെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എല്ലാ രീതിയിലും മനുഷ്യരുടെ ക്ലേശങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് പരമാനന്ദത്തെ സർവദാ പ്രദാനം ചെയ്യുന്ന കാരുണ്യരൂപനായിരിക്കുന്ന ഭഗവാനല്ലാണ്ട്
പിന്നെ ആരെയാണ് നമ്മൾ യദുശ്രേഷ്ഠൻ എന്ന് പറയേണ്ടത്? ഉത്തമശ്രേഷ്ഠൻ അവരാണ്. ആർക്കൊക്കെ ആനന്ദത്തെ നൽകുന്നു, ആർക്കെല്ലാം സമാധാനത്തെ നൽകുന്നു, അവരെല്ലാം ശ്രേഷ്ഠർ തന്നെയാണ്. ലോകത്ത് സമാധാനകാംക്ഷികളാണ് മറ്റുള്ളവർക്ക് ശ്രേഷ്ഠത, മറ്റുള്ളവർക്ക് സമാധാനത്തെ നൽകുന്നതും പരസ്പരം ശ്രേഷ്ഠരാക്കപ്പെടുന്നതും. അപ്പം നമ്മൾ ആർക്കൊക്കെ സമാധാനത്തെ നൽകിയെന്നൊരു വിചിന്തനം ഇവിടെ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വയം സമാധാനചിത്തരാകും, മറ്റുള്ളവർക്ക് സമാധാനത്തെ കൊടുക്കുകയും ചെയ്യാം. ഇപ്പം എന്താ, എന്നിൽ സമാധാനമില്ല, മറ്റുള്ളവർക്കും സമാധാനമില്ല. അങ്ങനെ ആകരുത്. എല്ലാവരും സമാധാനത്തോടു കൂടി കർമ്മം ചെയ്താൽ ഇവിടെ ദേവന്മാർ ഭഗവാനെ യദുശ്രേഷ്ഠ എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തും നമ്മളെയും ശ്രേഷ്ഠരെന്ന് പറയാൻ അനേകം പേരുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നല്ല കർമ്മങ്ങൾ, നല്ല പ്രവൃത്തികളായിട്ട് മനസ്സ് വിജയിക്കട്ടെ. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.